പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഉറവിടങ്ങളിലേക്ക്, യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. ഇനി 6-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള തിരുവചനമാണ് നാം പഠിക്കാനുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ അപേക്ഷിക്കാം. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിലയേറിയ മധ്യസ്ഥം ഈ ശുശ്രൂഷയ്ക്കായിട്ട് ദാഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. നമുക്ക് ഈ 25 മുതലുള്ള വാക്യങ്ങൾ, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കുമ്പോൾ അത് മനസ്സിലാകാൻ, വിശദീകരിക്കുന്ന സമയത്ത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുകയാണ്. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ 25 മുതൽ ഞാനിപ്പോൾ വായിച്ച 34 വരെയുള്ള വാക്യങ്ങളിൽ കടലിൻ്റെ മറുകരയിൽ യേശുവിനെ അന്വേഷിച്ചെത്തുന്ന ജനത 4 കാര്യങ്ങളാണ് യേശുവിനോട് ചോദിക്കുന്നത്. ജനത്തിൻ്റെ ആവശ്യങ്ങൾ 4ആണ്. ദേ ഹാവ് 4 ഡിമാൻഡ്സ്. അപ്പോൾ ഒന്നാമത്തേത്, അവർക്ക് അവരുടെ 4 ആവശ്യങ്ങൾ, ആ 4 ആവശ്യങ്ങൾ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തേത്, ദേ വോണ്ട് മറ്റീരിയൽ സാറ്റിസ്ഫാക്ഷൻ. അവർക്ക് യേശുവിനെ കാണുമ്പോൾ അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് അപ്പം തരണം എന്നതാണ് അവരുടെ ഉള്ളിലെ ആഗ്രഹം. അവർ പുറമേ അത് ചോദിക്കുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിലെ ആഗ്രഹം അവർക്ക് അപ്പം ലഭിക്കണം എന്നതാണ്. ദേ വോണ്ട് മറ്റീരിയൽ സാറ്റിസ്ഫാക്ഷൻ. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ യേശുവിന് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത്, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി എന്ന് അറിയാനുള്ള ആഗ്രഹമല്ല അവർക്കുള്ളത്, മറിച്ച് അവരുടെ ആഗ്രഹം അവർക്ക് മുൻപ് ലഭിച്ച അതേ അപ്പം വീണ്ടും ലഭിക്കണം എന്നതാണ്. അപ്പോൾ അപ്പം കിട്ടുക, ഭക്ഷിക്കാൻ കിട്ടുക, ആഹാരം ലഭിക്കുക, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുക, ഇതാണ് അവരുടെ ഒന്നാമത്തെ ആവശ്യം, ഭൗതിക ആവശ്യം. അപ്പോൾ യേശു ഇതിനെ നേരിടുന്നത്, കർത്താവിനെ നേരിടുന്നത് അവരോട് വളരെ സന്തോഷമല്ലാത്ത ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ടാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങളിവിടെ എന്തിനാണ് എത്തിയതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. എന്നെ നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ടാണ്. ഇത് ഈശോ വളരെ ഒരുപക്ഷെ ഹൃദയവേദനയോടെ ആവും ഇന്ന് പറയുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന നമ്മളിലെ മഹാഭൂരിപക്ഷവും യേശുവിനെ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭൗതിക
പൂരണത്തിന് വേണ്ടിയിട്ടാണ്, ഭൗതിക ആവശ്യങ്ങളുടെ പൂരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇൻറ്റൻഷൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുന്ന യേശു നമ്മളെ തിരുത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? ഈ യോഹന്നാന്റെ സുവിശേഷം തുടങ്ങിയപ്പോൾ തന്നെ അന്വേഷിച്ച് തൻ്റെ പിന്നാലെ വന്ന ശിഷ്യന്മാരോട് ഈശോ ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഇപ്പോഴത്തെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത്? എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒത്തിരി അടരുകളും ആഴവുമുള്ള ഒരു ചോദ്യമാണിത്. ഈ ചോദ്യം യേശു എന്നോട് ചോദിക്കുന്നുണ്ട്, ഡാനിയേൽ, നീ എന്താണ് യേശു എന്ന ദൈവപുത്രനായ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാന പ്രശ്നം എന്തെന്നറിയാം? നമ്മൾ ഈശോയോട് ചോദിക്കേണ്ടതല്ല ചോദിച്ചത്. നമ്മൾ ചോദിക്കേണ്ടത് ചോദിച്ചില്ല. ചോദിക്കരുതായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യേശുവിനോട് ചോദിച്ചു. അതൊക്കെ അവിടെ നിന്ന് നമുക്ക് തരികയും ചെയ്തു. ആ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒടുവിൽ വിഷാദത്തോടെ നമ്മുടെ മുഖത്ത് നോക്കി ഒടുവിൽ ഈ അന്തിയിൽ അവൻ വീണ്ടും ചോദിക്കുന്നു, ഇതൊക്കെ ആയിരുന്നോ നിങ്ങൾ എന്നിൽ നിന്ന് ചോദിക്കേണ്ടിയിരുന്നത്? ഇനി എന്നിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊന്നും വേണ്ടേ? ആ ഒരു ചോദ്യം ചോദിച്ചാൽ വീണ്ടും നമ്മളൊരു പക്ഷേ ഭൗതിക ആവശ്യങ്ങളുടെ കണക്ക് പുസ്തകം നിരത്തി വെച്ച് ഭൗതിക ആവശ്യങ്ങൾ ചോദിക്കുമായിരിക്കും. യേശു ഉദ്ദേശിക്കുന്നത് അതല്ല. ഒരു നിമിഷം ഒന്ന് ശാന്തമാകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു നിമിഷം ഒന്നാലോചിക്കാവോ, എന്താണ് ഞാൻ യേശുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എന്താ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് യേശു എന്താ തരണ്ടേ? മനസ്സമാധാനം, തടസ്സങ്ങൾ മാറ്റുക, രോഗശാന്തി, ഭൗതികമായ ആവശ്യങ്ങൾ, സാമ്പത്തിക പുരോഗതി, വീട്, മക്കൾ, ജോലി, വിവാഹം, വരുമാനം. യേശുവിനോട് സങ്കടത്തോടാണ് ഈശോ പറയുന്നത്, യേശുവിനോട് ഇതാണോ നമ്മൾ ചോദിക്കേണ്ടത്? ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഈ കാര്യങ്ങളൊന്നും ചോദിച്ചുകൊണ്ട് ഒരു തെറ്റുമില്ല, തരികയും ചെയ്യും. ഈശോനോട് ചോദിക്കേണ്ട ഒരു 3-4 കാര്യങ്ങൾ ഞാൻ വേഗം പറയാം. 1, നിത്യജീവൻ. 2, പാപമോചനം. 3, പരിശുദ്ധാത്മാവ്. 4, കൃപാജീവിതം. 5, പരിശുദ്ധി. ഇങ്ങനെ എണ്ണിയെടുത്താൽ ഈശോയ്ക്ക് മാത്രം തരാൻ കഴിയുന്ന, ഈശോയ്ക്കല്ലാതെ വേറെ ആർക്കും തരാനാവാത്ത സ്വർഗീയ ദാനങ്ങൾ, സ്വർഗീയ അനുഗ്രഹം, സ്വർഗീയമായ ആ അനുഗ്രഹം. അപ്പോൾ അതാണ് ജനത്തിൻ്റെ ഒന്നാമത്തെ ആവശ്യം. ദേ വാണ്ട് മെറ്റീരിയൽ സാറ്റിസ്ഫാക്ഷൻ. ഇനി അതുകൊണ്ട് ഈശോ അതിനെ നേരിടുന്നത് എങ്ങനെയാണ്? ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കണം. മനുഷ്യപുത്രന് തരാൻ കഴിയുന്ന, തരാൻ പറ്റുന്ന ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ ദൈവപുത്രനായ യേശുവിനോട് ചോദിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പറയുന്നത്? കർത്താവ് പറയുന്നത്, നിങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. വിശുദ്ധ കുർബാനയിലെ ഒരു വാക്ക് ഓർമ്മയിലേക്ക് വരും ഇത് വായിക്കുമ്പോൾ. ആ വാക്യം ഇതാണ്, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. ലത്തീൻ കുർബാനയിൽ അത് ഹൃദയങ്ങൾ ഉയർത്തുവിൻ എന്നാണ്. മലങ്കര കുർബാനയിൽ നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തും മിശിഹാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലേക്ക് ഉയർത്തണം എന്നാണ്. സീറോ മലബാർ കുർബാനയിൽ അത് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ എന്നാണ്. ഓരോ കുർബാനയിലും ഈ ആവശ്യം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് ഈശോ കൈകൾ വിരിച്ച് നിൽക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഹൃദയങ്ങൾ ഉയർത്തണം. ഹൃദയങ്ങൾ എന്തിൽ നിന്ന് ഉയർത്തണം? ഈ ഭൗതികതയിൽ നിന്ന്, ഈ കാലിക അനുഗ്രഹങ്ങളിൽ നിന്ന്, ഈ നശ്വര സത്യങ്ങളിൽ നിന്ന്, ഈ നശിച്ചു പോകുന്ന ആവശ്യങ്ങളിൽ നിന്ന്
ഇപ്പോൾ കൺമുമ്പിൽ കാണുന്ന തൊട്ടടുത്ത ആവശ്യങ്ങളിൽ നിന്ന് ഹൃദയങ്ങൾ ഉയർത്തി നിലനിൽക്കുന്ന കാര്യങ്ങൾ ചോദിക്കാൻ പറ്റണം. അത് ചോദിക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മുടെ വലിയ സങ്കടമാണ്, ദുരവസ്ഥയാണ്, ദുരന്തമാണ്. ഒരുപക്ഷേ കണ്ണ് നിറഞ്ഞ് തൻ്റെ മുറിപ്പാടുകളെ ചൂണ്ടിക്കാണിച്ച് യേശു നമ്മളോട് വീണ്ടും ആ ഓർമ്മപ്പെടുത്തൽ നടത്തുന്നുണ്ട്. പാപമോചനവും നിത്യജീവനും രക്ഷയും പരിശുദ്ധാത്മാഭിഷേകവും സുവിശേഷവൽക്കരണത്തിന് വേണ്ട ധൈര്യവും ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ദാഹവും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹവും ഒക്കെ എനിക്ക് തരണമെന്ന് ഈ ഒന്നാമത്തെ കാര്യം ചോദിക്കുമ്പോൾ, ഒന്നാമത്തെ കാര്യം വായിക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം. രണ്ടാമത്തേത്, അപ്പോൾ അവർ അടുത്ത വാക്യത്തിൽ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കണം. എന്നിട്ട് ഈശോ പറയുകയാണ്, എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. അതായത് പിതാവായ ദൈവം അവനെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പുത്രനിലാണ് പിതാവ് പ്രസാദിച്ചിരിക്കുന്നത്. അവനെയാണ് അംഗീകാരം ചെയ്തിരിക്കുക, അംഗീകാരം കൊടുത്തിരിക്കുക, അംഗീകാരം മുദ്ര വച്ചിരിക്കുന്നത് അവൻ്റെ മേലാണ്. അതുകൊണ്ട് അവനോട് ചോദിച്ചാൽ കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉടനെ ഇവരുടെ ചോദ്യം 28, അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കാര്യം, ജനത്തിൻ്റെ രണ്ടാമത്തെ ആവശ്യം, ദേ ഹാവ് ഗോട്ട് എ റോങ് ഐഡിയ അബൌട്ട് വർക്ക്സ്. പ്രവൃത്തികളെക്കുറിച്ച് അവർക്ക് തെറ്റായ ഒരു ധാരണയുണ്ട്. അത് അവർ യേശുവിൻ്റെ മുമ്പിൽ ഉണർത്തുകയാണ്. എല്ലാ മനുഷ്യൻ്റെ അകത്ത് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ദൈവരാജ്യം, സ്വർഗരാജ്യം, ആത്മീയതയെല്ലാം ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് എന്ന ചിന്ത. പ്രവൃത്തിയും കൃപയും, നേടിയെടുത്തതും ദാനവും, അധ്വാനവും കൃപയും, ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ പുതിയ നിയമ കൃപകളും എല്ലാ പുതിയ നിയമ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്, പുത്രനിലൂടെ ലഭിക്കുന്ന ദാനമാണത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ദാനധർമ്മം ചെയ്താൽ ഞങ്ങൾക്ക് ദൈവഹിതമനുസരിക്കുന്നവരാകാൻ പറ്റുമോ? പാവപ്പെട്ടവരെ സഹായിച്ചാൽ ഞങ്ങൾക്ക് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരാകാൻ പറ്റുമോ? ഞങ്ങൾ ആത്മീയ കാര്യം, ഭക്തകൃത്യങ്ങൾ നന്നായി അനുഷ്ഠിച്ചാൽ ഞങ്ങൾക്ക് ദൈവഹിതമനുസരിക്കുന്നവരാകാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിച്ചാലാണിപ്പോൾ ദൈവം പ്രസാദിക്കുന്നത്? കാണിക്ക വഞ്ചിയിൽ ഭണ്ഡാരത്തിൽ കാണിക്കയിടുന്നത് കൊണ്ടാണോ? അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മീയ എന്ന് പറയാൻ പറ്റില്ല, ഭക്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണോ? എന്ത് ദൈവം പ്രസാദിക്കുന്ന എന്തിലാണ്? മേൽകീഴ് മറിക്കുന്നൊരു ഉത്തരമാണ് കർത്താവ് ഈശോ തരാൻ പോണത്. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, ഇതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഒരൊറ്റ സെൻറ്റൻസ് മനസ്സിലായാൽ, ഈ ഒരൊറ്റ സെൻറ്റൻസ് മനസ്സിലായാൽ നിങ്ങൾക്ക് പുതിയ നിയമം മുഴുവൻ മനസ്സിലാവും. എന്തായും പറയാൻ കാരണമെന്നറിയാം? ഇതാണ് പുതിയ നിയമത്തിൻ്റെ കണ്ടൻറ്റ്. പുത്രനിലുള്ള വിശ്വാസമാണ് നമുക്ക് നിത്യജീവൻ തരുന്നതും നമ്മളെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാക്കി മാറ്റുന്നതും. ഈ യേശു എന്ന ഏകജാതനിലുള്ള ഈ വ്യക്തിയിലുള്ള വിശ്വാസം, ദ ട്രസ്റ്റ് ഇൻ ദിസ് പേഴ്സൺ, ദിസ് ഇൻഡിവിജ്വൽ, ദിസ് ഗോഡ് മാൻ, ദിസ് സൺ ഓഫ് മാൻ, ദിസ് ഗോഡ് ജീസസ് ക്രൈസ്റ്റ്, ഈ വ്യക്തിയിലുള്ള വിശ്വാസം, ഡോഗ്മകളിലുള്ള വിശ്വാസമല്ല, ഡോക്ട്രിനുകളിലുള്ള വിശ്വാസമല്ല, വിശ്വാസ പ്രമാണങ്ങളിലുള്ള വിശ്വാസമല്ല, പാരമ്പര്യങ്ങളിലുള്ള വിശ്വാസമല്ല, മറ്റൊന്നിലുമല്ല. ബിലീവിങ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ബിലീഫ്, ട്രസ്റ്റ്, ഫെയ്ത്ത് ഇൻ ദാറ്റ് പേഴ്സൺ. ഒരൊറ്റ സെൻറ്റൻസാണ് പുതിയ നിയമത്തിൻ്റെ ക്രക്സ്, പുതിയ നിയമത്തിൻ്റെ ഹാർഡ് കോർ റിയാലിറ്റി. ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? മുഖം അടിച്ചാണ് മറുപടി വരുന്നത്. എന്താ വരുന്നതെന്നറിയോ? ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള, ദൈവത്തെ പിതാവിനെ പ്രസാദിപ്പിക്കുന്നത് പുത്രനിലുള്ള വിശ്വാസമാണ്. നിങ്ങൾക്ക് പിതാവിൻ്റെ സ്നേഹം വേണോ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണോ? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം
ഒരു മനുഷ്യനെ പോലെ അടുത്ത് നിന്ന് നടത്തി തരണോ? നിങ്ങൾ ഈ ഓട്ടം അവസാനിപ്പിക്കാവോ? ഞാനൊരു ഉപദേശം തരാം. നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം സ്റ്റോപ്പ് ചെയ്യാമോ? എന്നിട്ട് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് യേശുവിനെ ഗൗരവമായി എടുക്കാനും യേശുവിനെ അന്ധമായി ബ്ലൈൻഡായി ചോദ്യം ചെയ്യാതെ അവൻ പറഞ്ഞതിലും അവൻ ചെയ്തതിലും സമ്പൂർണമായി വിശ്വസിക്കാനുമുള്ള കൃപ എൻ്റെ ദൈവമേ നീ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ. ജീവിതം പഴയതുപോലെ ആവില്ല. ഇവിടെ മുതൽ ജീവിതത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. ജീവചരിത്രത്തിന് ഇനി 2 ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഇത് പ്രാർത്ഥിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 2ാം ഘട്ടം, സെക്കൻഡ് ഫേസ് ആരംഭിക്കാൻ പോവുകയാണ്. ട്രസ്റ്റിംഗ് ജീസസ്, ട്രസ്റ്റിംഗ് ദ പേഴ്സൺ ഓഫ് ജീസസ്, ട്രസ്റ്റിംഗ് ദ സൺ ഓഫ് ഗോഡ്. അത് ജീവിതത്തെ മാറ്റിമറിക്കും. സോ പറയുന്നതെന്നറിയോ? ഇവിടെ പറയുകയാണ്, എന്താണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി? ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അവർ ചോദിക്കുന്ന ചോദ്യം എന്താ? ഞങ്ങൾ എന്താ പ്രവർത്തിക്കണ്ടേ? ഈശോ പറയുന്നത് എന്താ? നിങ്ങൾ വിശ്വസിക്കാൻ. 3ാമത്തേത്, അപ്പോൾ യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? 3ാമത്തേത്, അവർക്ക് ദേ നീഡ് എ വിസിബിൾ പ്രൂഫ്. ഓക്കെ, അവർ പറഞ്ഞു വിശ്വസിക്കാം. അപ്പോൾ അതാണ് ദൈവഹിതമെങ്കിൽ, അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ പ്രൂഫ്. ഇതിനകത്ത് ഒരു വലിയ ദുരന്തം ഞാൻ കാണിച്ചു തരട്ടെ. ഒരു ബാലൻ്റെ കയ്യിലിരുന്ന 5 അപ്പം എടുത്ത് പ്രാർത്ഥിച്ച് 10,000-20,000 പേരെ തീറ്റി തൃപ്തിപ്പെടുത്തിയ ഒരാളുടെ മുമ്പിൽ നിന്നാണ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചോദിക്കുന്നത്, അടയാളം കാണിക്കാവുന്നു. ഇതിനേക്കാൾ വലിയ അടയാളം എന്താ? അപ്പോൾ എന്താ കാര്യം എന്നറിയാം? യേശുവിൽ വിശ്വസിക്കാൻ നിങ്ങളൊരു അടയാളമാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഒരടയാളവും നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ പോകുന്നില്ല. യേശുവിൽ വിശ്വസിക്കാൻ നിങ്ങളൊരടയാളമാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരടയാളവും നിങ്ങൾ കണ്ടെത്താൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് തോമാശ്ലീഹായുടെ മാർത്തോമാ മക്കളല്ലേ? പ്രാർത്ഥിക്കേണ്ടതെന്നറിയാം? ഒരടയാളം ഇല്ലാതെ നിന്നെ വിശ്വസിക്കാൻ എന്നെ സഹായിക്കാമോ? എനിക്ക് ഒരടയാളവും വേണ്ട, ഒരു വാദഗതിയും വേണ്ട, ഒരു യുക്തിവിചാരവും വേണ്ട, ഒരു എക്സ്പ്ലനേഷനും വേണ്ട. ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ യുവർ പേഴ്സൺഹുഡ്. ഐ ബിലീവ് ഇൻ യുവർ സൺഷിപ്പ്, Son of God. I believe that you died for me. I believe that you are risen from the dead. I believe that you will come again. യുക്തിചിന്തക്കാരും യുക്തിവാദി സംഘവും എല്ലാ ആളുകളും വന്ന് ഇനി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ടേ ഇല്ല എന്ന് കാര്യകാരണ സഹിതം തെളിയിച്ചാലും പിന്നെയും കോടിക്കണക്കിന് ആളുകൾ അവനെ ഗൗരവമായി എടുത്ത് അവന് വേണ്ടി മരിക്കാൻ തയ്യാറായി ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ആ കൂട്ടായ്മയുടെ ആ ഗ്യാതറിങ്ങിൻ്റെ ഭാഗമാകാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, എന്തൊരു കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഈ ഒരു വചന പഠനത്തിൻ്റെയോ ഇതൊരു റെക്കോർഡിംഗ് ആണ്, ഞാൻ ഒരു ക്യാമറയോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഭൗതിക യാഥാർത്ഥ്യങ്ങളെല്ലാം മാറ്റി സൈഡിലേക്ക് വെച്ചിട്ട് എൻ്റെ കാര്യം പറയട്ടെ. ഇത് പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദം, ഇത് പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ആത്മാവിൻ്റെ നിറവ് എനിക്ക് വേറെ ഒരിടത്തുനിന്നും കിട്ടില്ല എന്നുള്ള ആ പച്ചപരമാർത്ഥവും നഗ്നസത്യവും നിങ്ങളെങ്കിലും ഒന്ന് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ ഇത്? ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ചേച്ചി ഒന്നിരിക്കാവോ, ചേട്ടാ ഒന്നിരിക്കാവോ, മോനെ ഒന്നിരിക്കാവോ, ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടയ്ക്കാവോ. എന്നിട്ട് കണ്ണടച്ചിട്ട് ഈ ഭൂമിയിൽ നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ വേറെ ആരോടും പറഞ്ഞിട്ടില്ലാത്ത അത്ര
അത്രയും സ്നേഹത്തോടെ ഒന്ന് പറയാമോ? ഐ ബിലീവ് ഇൻ യു, ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ഐ ട്രസ്റ്റ് യു, ഐ ട്രസ്റ്റ് യു. ആ മോമെൻറ്റിൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് എന്താണെന്നറിയും. അപ്പോൾ മൂന്നാമത്തെ കാര്യം അതാണ്, അടയാളം. നാലാമത്തെ കാര്യം പെട്ടെന്ന് അവസാനിപ്പിക്കാം. നാലാമത്തെ കാര്യം, എന്താണ് നീ പ്രവർത്തിക്കുക? 31-ാമത്തെ വാക്യം, അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ്. അപ്പോൾ 34-ാമത്തെ വാക്യം, അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവ്, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. നാലാമത്തെ അവരുടെ ആവശ്യം, ദേ വോണ്ട് ഇമ്മീഡിയറ്റ് റിസൾട്ട്സ്. എന്നാൽ പിന്നെ എപ്പോഴും തന്നുകൊണ്ടിരിക്കാൻ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കാൻ. അതായത് ഇവിടെ ഈശോ ചെയ്യുന്ന, ഞാൻ പിന്നീട് അല്പം കൂടി സമയമെടുത്ത് വിശദീകരിച്ചോളാം. ഇവിടെ ഈശോ ചെയ്യുന്നൊരു കാര്യം, ചോദിച്ച ഉടനെ വീണ്ടും അപ്പം കൊടുത്തില്ല, പെട്ടെന്ന് തീരുന്ന ഒരു സന്തോഷം കൊടുത്ത് അവരുടെ ആഗ്രഹത്തെ, പ്രാർത്ഥനയെ സഫലീകരിച്ചില്ല. വളരെ ശ്രദ്ധിക്കണം ഇത്. അവർ ചോദിച്ചെന്താ, എന്നാൽ പിന്നെ ആ അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴും താ, എന്നും താ. ആ അപ്പം അവരുദ്ദേശിക്കുന്ന സാധാരണ അപ്പം തന്നെയാണ്. അവർക്ക് ഈ ദൈവശാസ്ത്രമൊന്നും മനസ്സിലായിട്ടില്ല, അത് അവൻ്റെ ശരീരമാണെന്നൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർ പറയുകയാണ്, അത് ഞങ്ങൾക്ക് എപ്പോഴും തായോ എന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ്, ഈശോ പറയാതെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഈ നശിച്ചു പോകുന്ന അപ്പമല്ല തരാൻ പോകുന്നത്, നിലനിൽക്കുന്ന അപ്പം, അതെൻ്റെ ശരീരമാണ്. പക്ഷേ ജനത്തിന് അത് ആവശ്യമില്ല. ജനത്തിന് വേണ്ടത് ഇപ്പോഴത്തെ ആവശ്യം നടക്കണം. ഇപ്പോഴത്തെ ആവശ്യം, ഇമ്മീഡിയറ്റ് നീഡിനെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളതാണ് ജനത്തിൻ്റെ ആവശ്യം. ഇപ്പോൾ ഈ ആവശ്യമൊന്നും നടന്നില്ലെങ്കിലും, ഇപ്പോൾ ഈ അസുഖം മാറിയില്ലെങ്കിലും, ഇപ്പോൾ ഈ തടസ്സത്തിന് വ്യത്യാസമൊന്നും വന്നില്ലെങ്കിലും, ദൈവമേ നിലനിൽക്കുന്നത് എന്തെങ്കിലും തരണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഈ വിചാരങ്ങൾ അവസാനിപ്പിക്കുക. ഞാൻ അടുത്ത എപ്പിസോഡിൽ കർത്താവ് അനുവദിക്കുമെങ്കിൽ ഇത് കുറേ കൂടി ഞാൻ വിശദീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈ ആശയങ്ങൾ തന്നെ കുറേ കൂടി വിശദീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് അതുവരെയും ദൈവം നിങ്ങളെ ആരോഗ്യത്തിലും സന്തോഷത്തിലും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനം വായിച്ചുകൊണ്ടേയിരിക്കുക. ബൈബിള് വായിക്കുമ്പോൾ ബൈബിള് നമ്മളെ വായിക്കുകയാണ് എന്ന സത്യം മറന്നു പോകരുത്. വീണ്ടും കണ്ടുമുട്ടാം. പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ആരോഗ്യവും അതുപോലെ തന്നെ അഭിഷേകവും കൃപയെല്ലാം വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.